ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലെയുള്ള ഒരു ചീഞ്ഞ പഴം ഉണ്ടെങ്കിൽ എലിയുടെയും പല്ലിയുടെയും പാറ്റയുടെയും പെരിച്ചായയുടെയും ഒക്കെ ശല്യം നമുക്ക് തീർത്തും ഇല്ലാതാക്കാം. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. എലിക്കും പല്ലിക്കും പാറ്റയ്ക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനമാണ് പഴം. ഈ പഴമൊക്കെ എവിടെ ഇരുന്നാലും എലിയും പല്ലിയും പാറ്റയും ഒക്കെ അവിടെ ഉണ്ടാവും. പഴത്തിൻ്റെ ആ സ്മെല്ലുണ്ടല്ലോ, അത് എത്ര ദൂരത്ത് നിന്നാണെങ്കിലും എലിക്കത് മനസ്സിലാകും. എലിക്ക് മാത്രമല്ല കേട്ടോ, പല്ലിക്കും പാറ്റയ്ക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് പഴത്തിൻ്റെ ആ സ്മെല്ല്. അതുകൊണ്ട് അവയ്ക്ക് ഇഷ്ടമുള്ള ആ പഴം വെച്ച് തന്നെ നമുക്ക് പല്ലീനെയും പാറ്റേനെയും ഒക്കെ നശിപ്പിക്കാം. പഴം ഞാനിവിടെ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉടച്ചെടുത്ത പഴത്തിലേക്ക് ഒരു സ്പൂൺ ശർക്കര ചീകിയത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ശർക്കരയും പഴവും ഒക്കെ ചേർന്ന് മിക്സാക്കിയപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ. എലിയെയും പല്ലിയെയും പാറ്റയും ഒക്കെ ആകർഷിക്കുന്ന ഇത് എവിടെ വെച്ചാലും അവ വന്ന് തിന്നോളും. ശർക്കരപ്പൊടി ചേർത്ത് മിക്സാക്കിയ ശേഷം നമുക്കിത് രണ്ടായിട്ടൊന്ന് പകുത്ത് വയ്ക്കാം. ഇത് വെച്ച് 2 ടിപ്പ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ശർക്കരയും പഴവും ചേർത്ത മിക്സിൽ നിന്നും പകുതി എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീടിനകത്തും പരിസരങ്ങളിലൊക്കെയുള്ള എലികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇതുപോലുള്ള ഒരു കുഞ്ഞു പീസ് മെഴുകുതിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചീകിയെടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു പീസ് മെഴുകുതിരിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എലിയുടെ ശല്യം കൂടുതലാണെങ്കിൽ മെഴുകുതിരിയുടെയും പഴത്തിൻ്റെയും അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. പൊടിയായി ചീകിയെടുത്ത മെഴുകുതിരി നമ്മളാ ഉണ്ടാക്കി വെച്ചേക്കുന്ന പഴം ശർക്കര മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. പഴത്തിൻ്റെയും ശർക്കരയുടെയൊക്കെ സ്മെല്ല് വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ അത്. ശർക്കരയും പഴവും ഒക്കെ ചേർന്നുള്ള ആ മിക്സിൽ നിന്നുള്ള സ്മെല്ല് എലിയെയും പെരിച്ചാഴിയെയും തുരപ്പനെലിയും ഒക്കെ നമ്മുടെ ഈ മിക്സിനടുത്തേക്ക് ആകർഷിക്കും. പഴത്തിൻ്റെയും ശർക്കരയുടെയൊക്കെ ആ നാച്ചുറൽ സ്മെല്ല് ഉള്ളത് കാരണം എലികൾ കൂട്ടത്തോടെ വന്ന് നമ്മുടെ ഈ മിക്സ് തിന്നോളും. നമ്മളിതിൽ വേറെ ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിനൊരു നല്ല സ്മെല്ലാണ് കേട്ടോ ഉള്ളത്. പഴത്തിൽ ചേർത്തിരിക്കുന്ന മെഴുകിൻ്റെ ഒരല്പമെങ്കിലും എലിയുടെ വയറിനുള്ളിൽ ചെന്നാൽ മതി. ദഹനക്കേട് ബാധിച്ച് വയറ് വീർത്ത് അവയെല്ലാം കൂട്ടത്തോടെ തന്നെ ചത്തൊടുങ്ങും. ഇതുപോലെ തേങ്ങയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ചിരട്ടയിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയുടെയും ശർക്കരയുടെയും പഴത്തിൻ്റെയൊക്കെ സ്മെല്ലിൽ ആകൃഷ്ടരായി എലികൾ ഇത് വന്ന് തിന്നോളും. നമ്മുടെ വീടിനകത്തോ പുറത്തോ എവിടെയാണ് എലികളുടെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഒരു പൈസ പോലും ചിലവില്ലാതെ എലികളെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ പല്ലി, പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനുള്ളതാണ് അടുത്ത ടിപ്പ്. ഈ ടിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ആ മാറ്റി വെച്ചേക്കുന്ന പഴവും ശർക്കരയും ചേർന്ന മിക്സിൻ്റെ ബാക്കിയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ പഴം മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൊതുക്, പല്ലി, പാറ്റ എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാൻ കഴിവുള്ള ഒരു ഐറ്റമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഈ ടിപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു മോസ്കിറ്റോ കോയിലാണ് കേട്ടോ വേണ്ടത്. ഇതിൽ നിന്നും 1-2 കുഞ്ഞു പീസ് ഒടിച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലുള്ള ഒരു കവറിനുള്ളിലേക്ക് കോയിലിട്ടതിന് ശേഷം പൊടിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചിതറിത്തെറിക്കാതെ കോയിൽ നമുക്ക് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ സാധിക്കും. നല്ല നൈസായിട്ട് പൊടിച്ചെടുത്ത മോസ്കിറ്റോ കോയിൽ നമുക്ക് ഈ പഴം മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കരയും പഴവും കൊതുക് തിരി പൊടിച്ചതും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇപ്പോഴും പഴത്തിൻ്റെയും ശർക്കരയുടെയും സ്മെല്ലാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. കൊതുക് തിരിയുടെ സ്മെല്ല് ഒട്ടും തന്നെയില്ല. നന്നായിട്ട് ഇളക്കിയെടുത്ത മിക്സ് നമുക്കൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലും സ്റ്റൗവിൻ്റെ അടിഭാഗത്തൊക്കെയാണ് പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത്. അവിടെയൊക്കെ നമുക്കിത് വയ്ക്കാം. ഇതുണ്ടാക്കി 1-2 പേപ്പറുകളിലേക്ക് ഇട്ടതിന് ശേഷം പല സ്ഥലങ്ങളിലും നമുക്കിത് വെച്ചു കൊടുക്കാവുന്നതാണ്. പഴത്തിൻ്റെയും ശർക്കരയുടെയൊക്കെ ആ മനം മയക്കുന്ന സ്മെല്ല് കാരണം പല്ലിയും പാറ്റയും ഒക്കെ വന്ന് ഇത് തിന്നോളും. കൊതുക് തിരിയുടെ അംശം ഇവയുടെയൊക്കെ വയറിനുള്ളിൽ ചെന്നാൽ ഇവയൊക്കെ പരവേശപ്പെട്ട് വെള്ളത്തിന് ദാഹിച്ച് എങ്ങോട്ടെങ്കിലേക്ക് ഓടിപ്പോകും. അപ്പോൾ പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത്. വെറും ഒരു പഴം കൊണ്ട് എലി, പെരിച്ചാഴി, തുരപ്പനെലി എന്നിവയുടെ ഉന്മൂലനാശം വരുത്താനുള്ള അടിപൊളി ടിപ്പാണ് അടുത്തത്.
പകുതി കേടായിപ്പോയ ഒരു പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അറ്റം ഒന്ന് മുറിച്ച് മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ ആ മുറിച്ച ഭാഗത്തിൻ്റെ സെൻറ്ററിലായിട്ട് നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കാം. ഷാർപ്പ് എഡ്ജുള്ള ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബാക്ക് വെച്ചോ നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്നും പഴം ഇതുപോലെ ഒന്ന് ചുരണ്ടിയെടുക്കാം. എലി, കൊതുക്, പല്ലി, പാറ്റ, ഈച്ച എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള വേറെയും വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പഴത്തിൻ്റെ നടുഭാഗം ഇതുപോലെ തന്നെ നന്നായിട്ട് കുഴിച്ച് വേണം ചുരണ്ടിയെടുക്കാൻ. റെഡിയാക്കി എടുത്ത പഴം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കണം. നമ്മൾ പാത്രം കഴുകുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, തേഞ്ഞ് തീരാറായ പൊടിഞ്ഞു തുടങ്ങിയ ആ സ്ക്രബ്ബറാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ, ഇതിൽ നിന്നും ഒരു കുഞ്ഞു പീസ് മാത്രം മതി. ഇത്രയുമാണ് ഞാനിവിടെ എടുക്കുന്നുള്ളൂ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഒരു കത്രിക കൊണ്ട് സ്ക്രബ്ബർ നല്ല പൊടിയായിട്ടൊന്ന് മുറിച്ചെടുക്കണം. എത്രത്തോളം പൊടിയായിട്ട് മുറിക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിയായിട്ട് തന്നെ മുറിച്ചെടുക്കണം. കത്രികയുടെ മൂർച്ച കൂട്ടാനും പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. മൂർച്ചയില്ലാത്ത കത്തിയും കത്രികയും ഒക്കെ നമ്മുടെ ആ പഴയ സ്റ്റീൽ സ്ക്രബ്ബർ കൊണ്ട് ഇതുപോലെ മുറിച്ചെടുത്താൽ കത്തിക്കും കത്രികയ്ക്കും ഒക്കെ നല്ല മൂർച്ച കിട്ടും. സ്ക്രബ്ബറിൻ്റെ കുഞ്ഞു പീസ് ഞാനിവിടെ പൊടിയായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. എലിക്കെണിയോ എലി വിഷമോ ഒന്നും തന്നെ ഇല്ലാതെ എലി, പെരിച്ചാഴി, തൊരപ്പൻ എലി എന്നിവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള അടിപൊളി ടിപ്പാണിത്. അടുത്തതായിട്ട് നമ്മൾ ആ റെഡിയാക്കി വെച്ചേക്കുന്ന പഴം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്ക്രബ്ബറിൻ്റെ പൊടി നിറച്ചു കൊടുക്കാം. എലികളെ കൊന്നൊടുക്കാനുള്ള പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. എലിവിഷമൊക്കെ വെച്ച് കഴിഞ്ഞാൽ എലി അത് തിന്നേച്ച് നമ്മുടെ വീടിനകത്തോ പുറത്തോ ഒക്കെ പോയി ചത്ത് കിടക്കുന്നത് കാണാം. ചിലപ്പോൾ എലി ചത്തതിൻ്റെ സ്മെല്ല് വരുമ്പോഴാണ് നമ്മൾ അത് അറിയാറുള്ളത്. എന്നാൽ നമ്മുടെ മരുന്ന് തിന്നാൽ എലി പെട്ടെന്നൊന്നും ചത്ത് വീഴില്ല കേട്ടോ. ഒരു തവണ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെച്ച് നോക്കൂ, കുറേ നാളത്തേക്ക് ഒരൊറ്റ എലി പോലും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒന്നും ഉണ്ടാവില്ല. സ്ക്രബ്ബറിൻ്റെ പൊടിയെല്ലാം പഴത്തിൻ്റെ ഉള്ളിലേക്ക് നിറച്ചതിന് ശേഷം നമ്മൾ ആ തുരന്നെടുത്ത പഴമുണ്ടല്ലോ, അത് വെച്ച് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. എലിയുടെ ശല്യം തീർത്തും ഇല്ലാതാക്കാനുള്ള നമ്മുടെ മരുന്ന് റെഡിയായിട്ടുണ്ട്. സന്ധ്യാസമയത്താണ് എലിയൊക്കെ തീറ്റ തേടി നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നമ്മുടെ കാർ പോർച്ചിലോ മുറ്റത്തിനരികിലോ അടുക്കളയുടെ ബാക്കിലോ അങ്ങനെ എലി പതിവായി വരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ നമുക്ക് ഇത് വെക്കാം. പഴത്തിൻ്റെ ആ നാച്ചുറൽ സ്മെല്ലുള്ളത് കാരണം എലി ഉറപ്പായിട്ടും ഇത് തിന്നും. എലിയുടെ വയറിനകത്ത് ഈ സ്ക്രബ്ബർ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി പണിയെല്ലാം ഈ സ്ക്രബ്ബർ ചെയ്തോളും, നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഈ ചെടിച്ചട്ടിയൊക്കെ വയ്ക്കുന്ന ഭാഗത്ത് എലിയുടെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാഷ്ടമൊക്കെ അവിടെ കിടക്കാറുണ്ട്. നമ്മളെ ഉണ്ടാക്കിയെടുത്ത മരുന്ന് ഞാൻ അവിടെയാണ് കേട്ടോ വെക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് നാളെ കാണാം. നമ്മുടെ ഈ മരുന്ന് വെച്ചതിൻ്റെ പിറ്റേ ദിവസം മുറ്റത്ത് കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. എലി ചത്ത് കിടക്കുന്നത് കണ്ടോ. എലിയുടെയും പെരിച്ചാഴയുടെയും ശല്യം കൂടുതലാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ മരുന്ന് പ്രയോഗിക്കണം. എങ്കിൽ മാത്രമേ ഇവയുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്